കണ്ടോ ഫസ്റ്റിലത്തെ കുറച്ച് ദിവസം തന്നെ ഒരേ സൈഡിലേക്ക് ഇലകൾ വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ടോ? ഇത് ആ ടൈമിൽ നമ്മളുടെ പെട്ടെന്ന് നമ്മളുടെ മണ്ണിൻ്റെ അകത്തുണ്ടായ ഫോസ്ഫറസിൻ്റെ അതേപോലെ തന്നെ നമ്മളുടെ pH-ന്റെ വേരിയേഷൻ്റെ സമയത്ത് വെള്ളം കയറിയ സമയത്ത് വന്നൊരു ഇഷ്യൂ ആയിരുന്നു. ആ ഒരു സ്റ്റേജ് നമുക്ക് തരണം ചെയ്ത് മുകളിൽ കയറി. ഇപ്പം നിങ്ങൾ കണ്ടോ ഇതേപോലെ സൈഡിൽ കൂടി ഇങ്ങനെ കയറി ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ സാധാരണ സിഗാട്ടോക്ക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സിഗാട്ടോക്കയ്ക്കുള്ള മരുന്നടിക്കും. പക്ഷേ സിഗാട്ടോക്ക അല്ല, നമുക്ക് വേരിൻ്റെ അകത്ത് കേട് വന്നിട്ടുണ്ട്. വേരിൻ്റെ അകത്ത് നെമറ്റോഡ് കയറിയിട്ടുണ്ട്. ആ നെമറ്റോഡ് എങ്ങനെയാണുള്ളതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. വേര് മാത്രമേ കാണൂ. നിങ്ങളുടെ വേരിൻ്റെ അകത്ത് നമ്മളെ വേരെങ്ങനെയാ വേണ്ടേ? നമ്മളെ വേരെങ്ങനെയാ വേണ്ടേ? നമ്മളെ വേര് നോക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മുടെ വേരിൻ്റെ അകത്ത് വെള്ള കളറിൻ്റെ അകത്തേക്ക് കയറി വന്നിരിക്കണം. ഇത് കണ്ടോ നിങ്ങളുടെ വേരിൻ്റെ സൈഡിലൊരു കെട്ട് ഇങ്ങനെ ഇത് കണ്ടോ? വേരിൻ്റെ അകത്ത് അവസാനത്തെ സൈഡിൽ നിങ്ങൾ കണ്ടോ കട്ടി കൂടി കണ്ടോ? കെട്ട് വന്ന് നമ്മളുടെ ഉരുണ്ട് വരുന്ന കണ്ടോ? ഇതെന്താണ്? നമ്മുടെ മണ്ണിൻ്റെ അകത്തുള്ള ബറോയിങ് നെമറ്റോഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ലീഷൻ നെമറ്റോഡ് എന്ന് പറയുന്ന നെമറ്റോഡാണ്. ഈ നെമറ്റോഡ് കയറിയിട്ട് കണ്ടോ, ഇതാണ് നമ്മളെ വളംവലിയം വേര്. ഈ വേരിന്റെ ഒക്കെ അറ്റത്ത് കണ്ടോ ഒരു വലിയൊരു ഉണ്ട പോലെ കിടക്കുന്നുണ്ടോ? ഇത് നമ്മളുടെ മണ്ണിന്റെ അകത്ത് കയറാവോ? കണ്ടോ? ഇതേപോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒരു ഇങ്ങനത്തായിട്ട് കിടക്കുന്നുണ്ടോ? ഇതെന്ന് പറയുന്നത് നമ്മളുടെ മണ്ണ്, ഇതിൻ്റെ അകത്ത് നമുക്ക് നെമറ്റോഡിന്റെ ആക്രമണം രൂക്ഷമായതാണ്. ഈ നെമറ്റോഡിന്റെ ആക്രമണം രൂക്ഷമായ സ്ഥലത്ത് എന്ത് ന്യൂട്രിയൻസും എടുക്കാൻ പറ്റില്ല. ഇത് നെമാവരകൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ടില്ലേ എങ്ങനെയാ കയറുന്നതെന്നൊക്കെ നിങ്ങളിപ്പം കണ്ടാണ്. ഈ സാധനങ്ങള് നമ്മളുടെ എന്താ വെച്ചാൽ മണ്ണ് നമ്മളുടെ ചെടികൾക്ക് ഒരു ചെറിയ ക്ഷീണം വന്ന സമയത്ത് ഇവൻ കയറി വന്നതാണ്. ഇവിടെ വെച്ച് വേരിന്റെ വളർച്ച നിന്നു. പിന്നെ അവിടെ മാത്രമേ നമുക്ക് ഈ വെള്ള വേരുകൾ കയറി വന്നു. ഇനി നിങ്ങളുടെ മണ്ണിന്റെ അകത്തുള്ള അടുത്തൊരു ഇഷ്യൂ ആണ് ഈ pH സോയിലിന്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതിന്റെ അകത്ത് ഇത് ഇൻഫെക്ഷൻ കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് കാണാത്ത. ഈ പൊടി പോലെ കണ്ടോ? ഇത് മീലി ബഗ് അറ്റാക്ക് ചെയ്ത സ്ഥലമാണ്. ഇത് മൊത്തമായിട്ട് നമ്മുടെ ന്യൂട്രിയൻസിനൊക്കെ വലിച്ചെടുക്കും. ഇതൊക്കെ വരാനുള്ള സാധനം എന്താ വെച്ചാൽ നമ്മുടെ മണ്ണിന്റെ അകത്തുള്ള ഈ ന്യൂട്രിയൻസിന്റെ സംഗതികൾ ഇരുന്നു പോയോണ്ട്. ഇത് വെള്ളക്കെട്ട് വന്ന സ്ഥലത്ത് വാഴേന്റെ അകത്ത് ഒന്ന് റിക്കവർ ആവുന്ന സമയത്ത് വരുന്ന ഒരു ഇഷ്യൂ ആണ്. ആ കഴിഞ്ഞിട്ട് വന്ന വേരിന്റെ അകത്ത് മൊത്തം നെമറ്റോഡ് കയറി ചെടി പോയി. നമുക്ക് ഇത്രയും കാലം നമ്മളിട്ട ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഒന്നും ചെടിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതാണ് നമ്മൾ വേരുകളും കൂടി നോക്കിയിട്ട് വേണം നമ്മളുടെ വളം ചെയ്യാൻ നോക്കാൻ പോകേണ്ടതെന്ന് പറയുന്നത്. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പറയുന്ന മൈക്രോബ്സ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ മണ്ണിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് അടുത്തൊരു ഇഷ്യൂ ആണ്. ഇതുണ്ടോ ഒരു ചുവപ്പ് കളറില് കയറി ഇറങ്ങുന്നത്? ഇതെന്താണ്? ചെമ്പറവ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ മണ്ണിന്റെ പുളിപ്പ് ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. ഈ പുളിപ്പുള്ള ഇത് ഈ സ്ഥലത്ത് എന്തായിരിക്കും? നമ്മളുടെ മണ്ണിന്റെ പുളിപ്പ് എപ്പോഴും താഴെ ആയിരിക്കും. ഈ സ്ഥലത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 4 മുതൽ 5 വരെ അല്ല 6 വരെയൊക്കെ നമുക്ക് എന്തുള്ളൂ pH ഉണ്ടാവുള്ളൂ. ഈ ഒരു സ്ഥലത്ത് നമുക്ക് വാഴയ്ക്ക് പെട്ടെന്ന് എന്താവണം വളരാൻ പറ്റണമെന്നില്ല. നമ്മൾ നേരത്തെ വാഴയുടെ pH എത്രയാണ് പറഞ്ഞാൽ 6.5 മുതൽ 7.5 വരെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴത്ത് നമുക്ക് പോകുന്ന സമയത്ത് വേരുകൾ പ്രവർത്തിക്കണമെന്നില്ല. ഇത് പുതുതായിട്ട് വന്ന വേര് പിന്നെ വാഴയല്ലേ, പുതുതായിട്ട് വന്ന ഇലയാണ്. ഈ ഇലയ്ക്ക് എന്തെങ്കിലും കേടുണ്ടോ നിങ്ങളുടെ കണ്ണിൻ്റെ അകത്ത്? എന്തെങ്കിലും നിങ്ങളുടെ ഇലേൻ്റെ അകത്ത് എന്തെങ്കിലും കേട് കാണുന്നുണ്ടോ? ഒരു കളർ വ്യത്യാസം കാണുന്നുണ്ടോ? ഒരു പിങ്കിഷ് കളർ കണ്ടോ ആ സൈഡിൽ കൂടി? ഇതാണ് നമ്മളുടെ വാഴയ്ക്ക് എന്താ പറയുക ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകത്തിനെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ കാണുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ മണ്ണിൻ്റെ അത് ഫോസ്ഫറസ് അംശം അധികമല്ലേ, ചെടിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെയാണ് നമ്മുടെ വാമ്, ഇവിടെയാണ് നമ്മുടെ ഫോസ്ഫറസ് സോൾബിലൈസിംഗ് ബാക്ടീരിയ. ഇവിടെ നമ്മളെ താഴെ വളം ഇട്ട് കൊടുത്തിട്ട് കാര്യമല്ല, ഇത് എടുപ്പിക്കുക വേണ്ടത്. നമ്മളെ വളത്തിനെ എടുപ്പിക്കുക വേണ്ടത്. ഇവിടെ നിങ്ങളുടെ ഈ ഫീൽഡിൻ്റെ അകത്ത് ഇതേപോലെ പായ് മടഞ്ഞ പോലെയുള്ള പ്രശ്നവും അതേപോലെ തന്നെ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അതിനെപ്പറ്റി എന്താണ് ഇഷ്യൂ, നമ്മുടെ ചെടിക്ക് എന്താ പ്രശ്നം പറ്റുന്നതെന്നുള്ള പാട് പറഞ്ഞുതരും. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഇപ്പോൾ പറഞ്ഞു. ഓൾറെഡി നമ്മളിപ്പോൾ ഈ ലീഫിലേക്കൊക്കെ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഈ ലീഫിനൊക്കെ ഒരു ചുടുക്ക് കണ്ടോ? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂമ്പ് നേരെ നമുക്ക് മേലേക്ക് പൊന്തി വരേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കവിളിൽ ഈ ഭാഗത്ത് ഹാർഡ്നെസ് കൂടും, കട്ടി കൂടുമ്പോൾ കൂമ്പ് ഇങ്ങനെ കുത്തിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചുരുങ്ങി വരും. എത്തുതാ ഇതിങ്ങനെ ചുരുങ്ങി വന്നില്ലേ, ഇത് നിവരുമ്പോഴാണ് ഇങ്ങനെ പായ് മടഞ്ഞ പോലെ വരിക. ഇപ്പോൾ പായ് മടഞ്ഞ പോലെ വന്നാൽ എന്താ പ്രശ്നം എന്നറിയോ? ആ ഭാഗത്തുള്ള സെല്ലുകൾ മുഴുവൻ കട്ടായി പോകും, ഫോട്ടോസിന്തസിസ് നടക്കാണ്ട് വരും. അപ്പോൾ നമ്മൾ ചെടിയുടെ ഇല പിരിഞ്ഞു നിന്നാലും അതിൽ ആഹാരം ഇതിന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അത് മെയിനായിട്ട് കാൽസ്യം ബോറോണും കുറയുമ്പോഴാണ് അങ്ങനെ വരുന്നത്. കാൽസ്യം കുറയുമ്പോൾ ബോറോണൊക്കെ കുറഞ്ഞ് നമുക്ക് ഈ ഇല പിടിക്കുമ്പോൾ അറിയാം
ഇത് ഭയങ്കര സൗണ്ട് ആയിരിക്കും, അപ്പൊ ഇത് ഫ്ലെക്സിബിൾ ആവണം. അപ്പൊ ബോറോൺ കാൽസ്യം എങ്ങനെയാന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചാന്ത് വെക്കാതെ ഇഷ്ടിക കെട്ടൂലേ, ഇഷ്ടിക കെട്ടിക്കഴിഞ്ഞാൽ അടുക്കടുക്കായിട്ട് വെച്ച മേലെ തട്ടിക്കഴിഞ്ഞാൽ മറിഞ്ഞു പോകും. അപ്പൊ അതിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കൂല. അപ്പൊ അത് സെല്ലിന്റെ വാളിനെ തിക്നെസ് കൂട്ടുന്ന കാൽസ്യവും ബോറോണും കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ കൂമ്പ് നിവർന്ന് മേലേക്ക് വരുള്ളൂ. ഇതൊക്കെ വളഞ്ഞു കുത്തി വന്ന് വരുന്നുണ്ടോ? അതിനൊക്കെ മെയിൻ കാരണം എന്താ വെച്ചാൽ ബോറോണും കാൽസ്യം കുറഞ്ഞിട്ടാണ്. നല്ല വളർച്ച, ഇവിടെ എന്താ ഓവർ ഗ്രോത്ത് എന്നാ പറയാ അല്ലെ, കൂടുതൽ ഗ്രോത്ത് വരുന്നോണ്ടാണെന്നാ പറയാ. പക്ഷെ സത്യത്തിൽ ആദ്യത്തെ കൂമ്പ് വിരിയാത്തോ രണ്ടാമത്തെ കൂമ്പ് പൊന്തി വരുമ്പോഴും അങ്ങനെ പിടിച്ചു വരുന്നോണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ആ മേലത്തെ കൂമ്പ് കുത്തിയ ഭാഗം കണ്ടോ വളർന്നിട്ടുണ്ട്. അപ്പൊ അതാണ് കാൽസ്യം ബോറോൺ ഡെഫിഷ്യൻസിയാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. ഈ കാൽസ്യം ബോറോൺ നമ്മുടെ മണ്ണിന്റെ അകത്തുനിന്ന് എടുക്കണം. എന്ത് വേണം? നമുക്ക് മണ്ണിന്റെ അകത്തുനിന്ന് വേര് വേണം, അല്ലെ ഫോസ്ഫറസിന്റെ അംശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേരുകൾ നന്നായിട്ട് കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോസ്ഫറസിന്റെ ആ പ്രശ്നം ഇതുമായിട്ട് എങ്ങനെ നമുക്ക് യോജിപ്പിച്ച് ഇത് നോക്കാം, എന്തുകൊണ്ട് അത് എവിടെയാണ് ഇതിന്റെ ഫലം ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളുടെ ഈ വാഴ ഇപ്പൊ എത്ര മാസമായതാ? 4 മാസമായതല്ലേ. നമ്മളുടെ വേരുകൾ നോക്കുന്ന സമയത്ത് വേരുകൾ പലതരത്തില്ലേ. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? വളവേലിയ വേരുണ്ടായിരുന്നു, താങ്ങ് വേരുകളും ഉണ്ടായിരുന്നു, ചെടീനെ താങ്ങുന്ന വേരുകളുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ എവിടെയെങ്കിലും വളംവലിയ വേരിനെ കാണുന്നുണ്ടോ? ഇതിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ വളംവലിയ വേരിനെ കാണുന്നുണ്ടോ? വളംവലിയ വേരുകൾ ഇവിടെയാണുള്ളത്, ഈ കാണുന്നതാണ്. ഈ കാണുന്നൊക്കെ നമ്മുടെ താങ്ങ് വേരിയ വേരാണ്. അതാണ് നമുക്ക് വളംവലിയ വേര് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വന്നിട്ടില്ല. ഈ വന്ന സാധനത്തിന് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂട്രിയൻസിനെ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചെടിയുടെ ഗ്രോത്ത് നിന്നു, അതായത് ഫോസ്ഫറസ് എടുക്കുന്നതോട് ഗ്രോത്ത് നിന്നു. അപ്പൊ ഗ്രോത്ത് നിന്നോടുകൂടി എന്തായി? നമുക്ക് ഈ പറഞ്ഞ ന്യൂട്രിയൻസ് നമുക്ക് മുകളിലേക്ക് എത്തുന്നത് പോയി. ഇത് കാൽസ്യം ബോറോൺ ഒക്കെ എത്തുന്നതും പോയി. അപ്പൊ ആദ്യത്തെ 2-3 മാസം, ആ 3ാമത്തെ മാസത്തിലാണ് നമ്മളുടെ വാഴേന്റെ അകത്ത് ഗർഭം സ്റ്റാർട്ട് ആകിയത്. അതായത് എന്താ പറയാ, നമുക്ക് കൊല ഉണ്ടാവുക. ആ സമയത്താണ് നമ്മുടെ കൊലയുടെ പടലിയൊക്കെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. മുകളിൽ പിന്നെ എന്താ അടിച്ചിട്ടും കാര്യമല്ല. മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ അതിന് ഉരുട്ടാനേ പറ്റുള്ളൂ നമുക്ക്. ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന വളങ്ങളാണ് മുകളിൽ കാണിക്കുക. 3 മാസം. ഇത് കണ്ടോ നിങ്ങൾ? പൊട്ടി കണ്ടോ? പാക്കിങ്ങിന്റെ അത് വ്യത്യാസം വന്നു. കാൽസ്യം ബോറോണിന്റെ ഇഷ്യൂസ് വന്നു, അതേപോലെ തന്നെ ഫോസ്ഫറസിന്റെ ഇഷ്യൂസ് വന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വാഴേൻ്റെ അകത്ത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ പ്രശ്നങ്ങൾ വരുന്നതിന് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താ? നമ്മുടെ മണ്ണിന്റെ pH, നേരത്തെ പറഞ്ഞ ഫോസ്ഫറസിന്റെ ടോക്സിറ്റി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട. ഈ 1-2 മാസത്തിൽ നമ്മളുടെ മണ്ണിൻ്റെ അകത്ത് നിന്ന് ക്ലിയർ ആക്കി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രോ വെച്ച് കുടിക്കുന്ന സമയത്ത് കുരു അടച്ചിട്ട് നമുക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയല്ലേ, അത് വരാണ്ടിരിക്കുന്ന പോലെ നമുക്ക് വലിച്ചെടുക്കാൻ ചെടിക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ ഇവനെ ആദ്യം ശ്രദ്ധിക്കണം, കരട് കുടുങ്ങാതെ നോക്കണം. ഇത് നമ്മളുടെ വെള്ളം കയറിയിട്ട് pH-ന്റെ അകത്താണെങ്കിൽ pH-ന്റെ പ്രശ്നം വെച്ചാൽ pH-ന്റെ പ്രശ്നം മാറ്റണം. അതല്ല എന്നുണ്ടെങ്കിൽ ഫോസ്ഫറസ് ആണെങ്കിൽ അന്നേരം ഫോസ്ഫറസിന്റെ പ്രശ്നം നമ്മൾ മാറ്റണം. പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്ത് വളർത്തെടുത്തും കാര്യമില്ല, എടുക്കാൻ പറ്റും. കൈ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ അപ്പോഴും ഞങ്ങളെപ്പോഴും വന്ന് കൈയും മണ്ണിൻ്റെ വേരും മണ്ണുമായിട്ട് നിൽക്കണം ബന്ധം, അമ്മയും കുട്ടിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത്രയും ഗാഠമായ ബന്ധമാണ്. ആ വേരിന് നിൽക്കാൻ പറ്റുന്നില്ല. ആസിഡായിട്ട് മണ്ണിൽ ഇതിൻ്റെ അകത്തും നമുക്ക് ആ ഇഷ്യൂ വന്നു കഴിഞ്ഞു, വേരിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മളിപ്പോൾ തരണം ചെയ്ത് ഇപ്പം വളർന്നു വരികയാണ്. ഈ കാണുന്നതാണ് നമ്മളുടെ എന്താ പറയാ, വളം വലിക്കാനുള്ള വേരുകളായിട്ട് വരുന്നത്. ഈ കാണുന്ന മീശ പോലെ ഇത് ഒരുപാടെണ്ണം വേണം, എന്നാലേ നമുക്ക് മണ്ണിൻ്റെ അകത്ത് ന്യൂട്രിയൻസ് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ താങ്ങ് വേരാണ്. ഇതിനെന്താ സൊല്യൂഷൻ കൂടി പറഞ്ഞേക്ക്. നമ്മളിപ്പോ സാധാരണ ഇതിൽ നമ്മൾ വാഴേൻ്റെ അകത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോസ്ഫറസിന്റെ ഇഷ്യൂ ആണ് കുറവ് വെച്ചാൽ ഫോസ്ഫറസ് സോലുബിലൈസിംഗ് ബാക്ടീരിയ, അത് IPL-ന്റെ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ പ്രീമിയം പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫോസ്ഫറസ് വളങ്ങളുടെ കൂടെ ഉപയോഗിക്കുക. അങ്ങനെയാണ് ഫോസ്ഫറസ് വളങ്ങളുടെ ഉപയോഗം 40 മുതൽ 30% മാത്രം ആക്കിയിട്ട്, സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് 40-30% ആക്കിയിട്ട് കുറച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഈ ബാക്ടീരിയനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ 1-2 മാസത്തിനുള്ളിൽ നമുക്ക് വേര് വളർച്ച കുറവാണ് എങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ട ആരാണ്? വാമിനെയാണ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഹ്യൂമിക്കൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്നല്ല, നമുക്ക് വേരിൻ്റെ വളർച്ച അധികം കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ 4 വേരിൻ്റെ വളർച്ച കൊണ്ടുവരാൻ പറ്റില്ല, താങ്ങ് വേരുകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കൊടുക്കേണ്ടത് വാം HD എന്ന് പറയുന്ന സംഗതി നമ്മൾ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിൻ്റെ അകത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല ന്യൂട്രിയൻസിൻ്റെ ഉപയോഗം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ കൊടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഏകദേശം 3ാമത്തെ, നമ്മളുടെ എപ്പോഴും വാഴേനെ ശ്രദ്ധിക്കേണ്ട 3ാമത്തെ മാസത്തിലാണ്, അല്ലെ ആ പ്രായത്തിലാണ് നമ്മളുടെ വാഴേൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് വേണ്ട കൊല ഫസ്റ്റ് തന്നെ നമുക്ക് പൊന്തി വരിക. ആ സമയം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊലേൻ്റെ ഫുള്ളായിട്ടുള്ള പൂർണ്ണ വളർച്ച നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ.
അപ്പം നമ്മൾ അടിവളമായാലും ശരി ഫസ്റ്റിലത്തെ വളത്തിലായാലും ശരി പിശുക്ക് വരുത്തരുത്. നമ്മൾ ശ്രദ്ധിച്ച് എന്താണോ കുറവ് അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. വാമച്ചിടിയാണ് ഇപ്പം വേണ്ടത്. വാമച്ചിരി എന്നല്ല, അത് കൊടുത്താലും വേരുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ കാര്യം ഇപ്പോഴുള്ള വേര് ഫോട്ടോ എടുത്ത് വെക്കും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 15 ദിവസം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ വ്യത്യാസം അറിയും. ഇല്ലേ ഇത് കണ്ടോ നിങ്ങള് സൈഡില് ഈ പച്ചപ്പ് കണ്ടോ? ഇവിടെ കാണുന്ന പച്ചപ്പ് കണ്ടോ? പൂപ്പലുപോലെ. ഇതാണ് നമ്മളുടെ മണ്ണിന്റെ അകത്ത് കാണുന്ന ഫോസ്ഫറസിന്റെ. നമ്മുടെ മണ്ണിൽ ഫോസ്ഫറസ് അധികമാണ്, ചെടിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത്രയും ഫോസ്ഫറസ് നമ്മളുടെ മണ്ണിൽ ഉണ്ടായിട്ടും നമ്മളെ ചെടീന്റെ സൈഡ് നോക്കി നോക്കി നേരത്തെ കാണുന്ന പോലെ തന്നെ പിങ്കിഷ് കളറിലേക്ക് മാറി വരുന്നത്. ആ സൈഡിലൊക്കെ ബോർഡർ അല്ല, നമ്മളുടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ സൈഡ് കൂടി ആ പിങ്ക് കളർ എന്താണ് നമ്മുടെ അതിൻ്റെ അകത്ത് കാണാം. ആ പിങ്ക് കളർ നമുക്ക് എന്താണ് ഫോസ്ഫറസിനെ എടുക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അത് എടുപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോസ്ഫറസ് സോലുബിലൈസിംഗ് ബാക്ടീരിയ എന്ന് പറഞ്ഞത്. നമുക്ക് ആദ്യം കാണുന്ന ലക്ഷണം ഇവനായിരിക്കും. ആ ലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫോസ്ഫറസിന്റെ അകത്ത് ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കി തുടങ്ങും. ഈ പച്ചപ്പ് മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ട്, ഒരു മാസമായിട്ട് വേര് വരുന്നുള്ളൂ. ആ പേര് നേരത്തെ കണ്ട നെമറ്റോഡിന്റെ ഇഷ്യൂ സൈഡിൽ ഇതാ ചുരുണ്ട് വന്നിട്ടാ, അതോടുകൂടി വേരിന്റെ വളർച്ച നിന്നുപോയി. അപ്പം ഈ സമയത്ത് നമ്മൾ വേര് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് വേരിന്റെ അല്ല അങ്ങനെ ഒന്നും പറയല്ല, നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് കണ്ടോ ഒരു പിങ്കിഷ് കളറിൽ കണ്ടോ? ഈ അസുഖം വന്നേക്കില്ല ഒരു പിങ്ക് കളറിൽ കണ്ടോ? ആ ഒരു പിങ്ക് കളറിൽ വരുന്നുണ്ടോ സൈഡിൽ കൂടി ഇങ്ങനെ? ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ നെമറ്റോഡിന്റെ ഇഷ്യൂ കയറി വന്നു എന്നുള്ളതാണ്. അപ്പം വേരിന് കേട് വന്നു എന്നുള്ളതാണ് നമ്മൾ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് വരണം. അതിനേത് ഇതാ ഉപയോഗിക്കണ്ടേ? അതിന്റെ കൂടെ വെച്ചാൽ നമുക്ക് കൊടുക്കുക വെട്ടിസീലിയം ചാമഡസ്പോറി എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. അതെന്ന് വെച്ചാൽ നമ്മളുടെ IPL-ലാണ് നെമറ്റോഫ്രീ എന്ന് പറഞ്ഞുള്ള ഒരു സാധനമാണ്. ഈ നെമറ്റോഡിനെ നമുക്ക് ഇതാക്കാനുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നെമറ്റോഡിന്റെ പ്രശ്നത്തിൽ നമുക്ക് ഒഴിവാക്കി കിട്ടാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേരിന്റെ വളർച്ച കൊണ്ടുവരിക. അപ്പൊ അതിന് വാമ് കൊടുക്കും. റൂട്ട്സ് ഓൾറെഡി കുറവാണ്. വളരെ കുറവായില്ല. അതാ ഫോസ്ഫറസിന്റെ ഇഷ്യൂ ആണ്. പെട്ടെന്ന് മഴ പെയ്ത് അങ്ങനെ ഉണ്ടോ? ഇല്ല, നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ നമ്മളിത് കൊടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ കറക്റ്റ് ടൈമിൽ ഇത് കൊടുക്കാൻ നോക്കുക. പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ ഇത് കൊടുക്കാൻ തുടങ്ങുക. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഇംഗ്ലീഷ് വളങ്ങളുടെ സാധാരണ ഉപയോഗം ഒരു 30% നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബാക്കിയുള്ളത് നമുക്ക് എന്താ വെച്ചാൽ പ്രകൃതി എത്തി നമുക്ക് എടുക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ എന്താ പറയാ ഓർഗാനിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സംഗതികൾ നമുക്ക് മണ്ണിൽ തന്നെ കൂട്ടിയെടുക്കാൻ പറ്റും. ഫീഡർ റൂട്ട്സ് ശരിക്കും ഇതിന്റെ വാഴയ്ക്ക് എപ്പോഴും ഇലത്തൂക്കത്തിന്റെ അടിയിലായിരിക്കും വേരുണ്ടാവുക. ഈ ബെഡിന്റെ ശരിക്കും വേര് ഇവിടെയാണ് വരേണ്ടത്. ഇപ്പൊ ഈ വെള്ളത്തിലായിരിക്കും വേരുണ്ടാവുക. വളരെ അതാ ഇതിൽ നിങ്ങൾ എങ്ങനെ ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വാഴയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു 2 അടി വിട്ടിട്ടാണ് കൊടുക്കേണ്ടത്. 2 അടി വിട്ടിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ റൗണ്ടിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതാണ്. അതുകൊണ്ടാണ് ഫോസ്ഫറസ് ഇത്രയും ഡെപ്പോസിറ്റ് ഇവിടെ വരുന്നത്. പുറത്തേക്ക് വരും. അതായത് ഇവിടെ ഒഴിച്ചാലും നമുക്ക് ഇങ്ങോട്ട് വരും. ഇവിടുത്തെ കൃഷി എങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ എല്ലാവരും ഇവിടുന്നുണ്ടോ? അതൊക്കെ ഒഴിക്കാൻ പാടില്ല. ഫീഡർ റൂട്ട്സ് എപ്പോഴും വാഴേന്റെ ഇലത്തൂക്കത്തിലുണ്ടാവുള്ളൂ. ഇതിന്റെ വേരുണ്ടാവും അവിടെയല്ല. ഏത് ചെടിന്റെയും നമ്മൾ കലക്കി ഒഴിക്കുന്നതായാലും ഒറ്റ ഒഴിക്കും. വളങ്ങള് വേര് വരാൻ വേണ്ടി അതായത് നമ്മള് മരുന്നൊഴിക്കുമ്പോ വളങ്ങൾ കൊടുക്കുമ്പോൾ 2.5 അടിയെങ്കിലും വിട്ടിട്ട് ഇത് നമുക്ക് എന്താ വേണ്ട ശുപാർശ ചെയ്തേക്കുമ്പോൾ തരും, നമുക്ക് വാങ്ങിച്ചോളാം. ഈ വാഴ ഒന്ന് ഓൾറെഡി നെമറ്റോഡ് ഉണ്ട്. ഫീഡർ റൂട്ട്സ് വന്നിട്ടില്ല. ഫീഡർ റൂട്ട്സ് നാരുവേരുകളില്ലേ, അത് വളരെ കുറവ്. വലിയ വേരുകൾ മാത്രമേ ഉള്ളൂ. ഇത് പോയതാ വേരുകൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇതിൽ ഫൈബർ റൂട്ട്സ് വന്നിട്ടില്ല. ചെറിയ നാരുവേരുകളില്ലേ, അത് വളരെ കുറവാണ്. അത് സാധാരണഗതിയിൽ വാഴയ്ക്കെല്ലാം കണ്ടമാനം ചടവേരുകൾ ഉണ്ടാവണം. ഇതെല്ലാം പിടിച്ചു നിർത്തുന്ന വേരുകളാണ്. ഇതിന്ന് ഈ നാരുവേരുകൾ എന്ന് പറഞ്ഞാൽ വളരെ നൈസ് വേരുകൾ അതാണ് വരേണ്ടത്. അത് വന്നാൽ മാത്രമേ നമുക്ക് വളം വലിക്കുള്ളൂ. നമുക്കിത് പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് വെള്ളം കയറി ഒരു കൃഷി ചെയ്യുമ്പോ 10-15 വർഷം വെള്ളം മുങ്ങിട്ട് തന്നെ കൃഷി അതിന്റെ ഉണ്ടോ? അന്നേരം നമുക്ക് ഈ അസുഖങ്ങൾ കൂടി വരുന്നു. ഈ വെള്ളക്കെട്ടിലുള്ള വാഴകൾക്ക് എന്താ പ്രതീതി? അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ഫോസ്ഫറസിന്റെ pH ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാവും. പിന്നെ വെച്ചാൽ വാഴ നമ്മളിങ്ങനെ കാണുന്നതിനനുസരിച്ച് അതിന്റെ ഇഷ്യൂനെ നമ്മൾ നോക്കിപ്പോകും. ചില സമയത്ത് എന്താ വെച്ചാൽ വെള്ളം കെട്ട് കൂടിക്കഴിഞ്ഞാൽ ഫോസ്ഫറസിന്റെ pHന്റെ ഇഷ്യൂ മാറിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഫംഗസ് കൂടും. ഈ ഫംഗസ് ഇല്ലാത്ത കൂടെ തന്നെ അതിന്റെ കൂടെ വരുന്നൊരു കാര്യം
കാര്യമാണ് ഈ നെമറ്റോഡ്സിന്റെ ഇഷ്യൂ. നെമറ്റോഡ് നമുക്ക് കൂടുതലായിട്ട് കാണും. ചില സ്ഥലത്ത് എന്താ വെച്ചാൽ മാണ കണ്ട് പെരുകിയിട്ടുണ്ട്. എന്താണ് നമ്മളുടെ ആ ഒരു വാഴയ്ക്കുള്ള അസുഖം എന്താണെന്ന് നോക്കിയിട്ട് ആ സാധനത്തിന് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ട് ഈ വാഴ വലിപ്പം വെച്ചിട്ടാണല്ലോ വരുന്നത്. എനിക്ക് ഒരു 10 രൂപ വാഴ. ആ എന്താ സംഗതി എന്നറിയാം. നമ്മളെ ഇപ്പം മഴ പെയ്യുമ്പോൾ ഒന്ന് ഇരിക്കും. അത് കഴിഞ്ഞ് മഴ അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെടിക്ക് പെട്ടെന്ന് ഒരു വളർച്ച കാണിക്കും. ആ വളർച്ച എന്ന് പറയുന്നത് നമ്മളുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജൻ ചെടിക്ക് കിട്ടിയ സമയത്ത് കാണുന്ന ഒരു പ്രൊസരിപ്പാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് മഴ അങ്ങ് ഇരിക്കും. ആ മഴ കഴിഞ്ഞ ഉടനെ നമ്മൾ വളം കൊടുത്തിട്ടാണ് അത് പൊന്തിയെന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷേ അത് കിട്ടിയത് ഈ മാണവണ്ടിനെ ഒഴിവാക്കാനുള്ള പ്രതിവിധി എന്താണ്? മെറ്റാറൈസ് അനോസെപ്ലി എന്ന് പറയുന്നത് കൂമ്പിൽ ഒഴിക്കുക. നമുക്ക് കവിളിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും, താഴെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ ഓവറായിട്ട് വന്ന സമയമാണെങ്കിൽ നമ്മൾ കെമിക്കൽ കൂട്ടി ഉപയോഗിക്കണം. ക്ലോറിപ്ലസൈപ്രോ ഏതെങ്കിലും കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. അതല്ല നമുക്ക് ഈ പ്രശ്നം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കണ്ടൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ മുന്നേ കന്നു മുക്കുന്നില്ല, നല്ല കുഴി ഒരുക്കുന്നില്ല, അപ്പോഴേ ഇത് ചെയ്തു പോയി കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. ആദ്യം ചെയ്ത പ്രശ്നം വരില്ല.